കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ശൈര്യമുത്തൽ ഏർപ്പെട്ട ശേഷം വീട്ടിൽ വിളക്ക് കത്തിച്ചാൽ. നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഏക സമയത്താണ്, രാവിലെയും വൈകുന്നേരവുമാണ് വിളക്ക് കത്തിക്കുന്നത്. മിക്കവരും രണ്ടു നേരം വിളക്ക് കത്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല ഒരു നേരം വൈകുന്നേരം മാത്രമായിട്ട് വിളക്ക് കത്തിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം രാത്രിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ പകലായിരിക്കാം, ചിലപ്പം സ്ത്രീയും പുരുഷനുമായ സ്വാഭാവികമായിട്ടും ജീവിതത്തിലുള്ളതാണ് ബന്ധപ്പെടലൊക്കെ. അപ്പം അതിനുശേഷം നമ്മൾ വിളക്ക് കത്തിക്കുന്ന വിഷയം. അപ്പം ചിലർ പറയുന്നു ഇങ്ങനെയുള്ള ഇത് പാടില്ല, ഇങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം വിളക്ക് കത്തിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, അല്ലെ എത്ര സമയം കഴിഞ്ഞിട്ടേ പോകാവൂ. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ അറിവില്ലാത്ത ഒരുപാട് പേര് പലതും പറയും. നമ്മൾ എല്ലാത്തിൻ്റെയും പുറകിന് പോവാതിരിക്കുക. പോയി കഴിഞ്ഞാൽ അന്തമില്ല. പണ്ടുള്ളവർ ആലോചിച്ച് കഴിഞ്ഞാൽ അന്തമില്ല, ആലോചിച്ചിട്ട് കുന്തമില്ല എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ആ ആള് പറയുന്ന കുറച്ചെങ്കിലും ജെന്യൂനാണ് എന്ന് തോന്നുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ എടുക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയുള്ളത് എടുക്കുക. അപ്പൊ എൻ്റെ അഭിപ്രായം, എൻ്റെ ഗുരുക്കന്മാര് പറഞ്ഞു തന്ന ഇത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇത് പ്രകാരമാണെങ്കിൽ നമുക്ക് ഒരു സ്ത്രീയും പുരുഷനും ശരീരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശരീരശുദ്ധി ചെയ്ത്, അതായത് പഴയ കാലത്തൊക്കെ മുങ്ങിക്കുളിക്കണം എന്നാണ് പറഞ്ഞത്, അടിച്ച് നിലച്ച് മുങ്ങിക്കുളിച്ച് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും വെള്ളവും മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പം തന്നെ വീട്ടിൽ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ പൊതുവസ്ത്രം ആണെങ്കിൽ അത്, അലക്ക് വസ്ത്രമാണെങ്കിൽ അത് ധരിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവാം. ഇല്ല വീട്ടിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാം. അപ്പോൾ ഇത് കത്തിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിൽ ശകലം ചാണകവെള്ളം എടുക്കുക, ഇല്ലെങ്കിൽ ഒരു നുള്ള് ചാര വിട്ട വെള്ളം, ഒന്നുമില്ലെങ്കിൽ ഒരു തുളസി പൂവെങ്കിലും അല്ലെങ്കിൽ തുളസി ഇലയെങ്കിലും ഇട്ട വെള്ളം എടുത്ത് വെച്ച് ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരു ഈ മന്ത്രത്തെ തൊട്ട് ജപിച്ച് ഈ വെള്ളം എല്ലായിടത്തും തളിക്കും. ശുദ്ധമായിട്ട് തളിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും തൂക്കാനുമാരിനെ കൊണ്ട് ഈ തിളയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് തൂക്കുമാരും ഒക്കെ ചെയ്യാം. സന്ധ്യ കഴിഞ്ഞിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ ചൂലൊന്നും എടുക്കാൻ പാടില്ല. ചൂലൊക്കെ തൂക്കാണ്ട് തൂക്കെല്ലാം മാറ്റി ഈ തിളച്ചതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ കൈ പിടിച്ച്, നിലവിളക്കായിരിക്കണം, നിലവിളക്ക് കൈ പിടിച്ചിട്ട് ദേശദേവത, ഗ്രാമദേവത, കുടുംബദേവത, കാരണവന്മാർ, മറ്റുള്ള എല്ലാവരെയും പ്രാർത്ഥിച്ച് നമുക്ക് താഴെ വെച്ച് ശേഷം നമുക്ക് ഈ പറഞ്ഞ നാമങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ച ശേഷം ചേര് കാണുന്നുണ്ട് കരിന്തിരി കത്തിക്കിടുന്ന, കരിന്തിരി കത്തി വിളക്ക് ഇടാൻ പാടില്ല ഒരു കാരണവശാൽ. നമ്മൾ ഇത് ശേഷം നമുക്ക് നമുക്ക് ചേരൊക്കെ പുഷ്പമൊക്കെ വെക്കാറുണ്ട്. ഈ വിളക്ക് കത്തിച്ചതിന് ശേഷം ഏതെങ്കിലും പുഷ്പം എടുത്താൽ പുഷ്പം കൊണ്ട് വേണം വിളക്ക് അണയ്ക്കാം, അല്ലെങ്കിൽ തിരി താത്തി എണ്ണയ്ക്കകത്തോട്ട് താത്തി വിളക്ക് അണയ്ക്കാം. ഈ എണ്ണ പിന്നീട് ഉപയോഗിക്കാതിരിക്കാം. മാക്സിമം നമുക്ക് തീ പിടിപ്പിക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ വീണ്ടും കത്തിക്കാൻ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. മുറത്തിരി, കരിന്തിരി ഉപയോഗിച്ച എണ്ണ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത്. ഇനിയും ഇതുപോലെയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.